ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹീതമായൊരു ദിവസമായിരുന്നു എന്ന് പറയാം കേട്ടോ. എന്താണെന്നറിയാമോ, ഇന്ന് ഞങ്ങൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, പിന്നെ എന്താണ് കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി. തളി കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. ഈ നമ്മുടെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസപ്രകാരം ഈ 3 ക്ഷേത്രങ്ങളിൽ നമ്മൾ ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തിയാൽ കൈലാസത്തിൽ പോയി മഹാദേവനെ കാണുന്നതിന് തുല്യമായ ഒരു പുണ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ഭക്തിയോടും കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ പോയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ മോനും മോൻ്റെ വൈഫിൻ്റെ മോളും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. ഞങ്ങളൊരു 6:30 ആയപ്പോൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. അല്ലെങ്കിൽ ഈ 3 ക്ഷേത്രങ്ങളിൽ നമ്മളിവിടെ ചേർത്തലയിൽ നിന്ന് പോകുമ്പം എത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം നമ്മൾ ആദ്യം തന്നെ ഏറ്റുമാനൂരാണ് കേട്ടോ പോയത്. ഏറ്റുമാനൂർ പോയി അവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല ചാറ്റൽ മഴയായിരുന്നു. അതുപോലെ തന്നെ 2 ക്ഷേത്രങ്ങളിൽ നമ്മൾ വണ്ടി ഇറങ്ങുമ്പോൾ നല്ല ചാറ്റൽ മഴയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് എന്താണ് പ്രകൃതിയുടെ ഒരു അനുഗ്രഹ സ്പർശം പോലെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ. ആ നിമിഷത്തിൽ പറഞ്ഞറിയിക്കാനാത്ത ഒരു ശാന്തിയും സന്തോഷവും നമുക്ക് നൽകി. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായ ഒരു മഹത്വവും ആത്മീയതയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇതൊരു വെറും ഒരു തീർത്ഥയാത്ര മാത്രമൊന്നും ആയിരുന്നില്ല കേട്ടോ. മറിച്ച് മനസ്സിന് നല്ല പോസിറ്റീവ് എനർജി, നല്ല ഉന്മേഷം നൽകുന്ന ഒരു ആത്മീയ അനുഭവം കൂടിയായിരുന്നു. നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ 3 ക്ഷേത്രത്തിലും തീർച്ചയായും പോകണം കേട്ടോ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ. ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹീതമായൊരു ദിവസമായിരുന്നു എന്ന് പറയാം കേട്ടോ. എന്താണെന്നറിയാമോ, ഇന്ന് ഞങ്ങൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, പിന്നെ കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി. തളി കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. നമ്മുടെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസപ്രകാരം ഈ 3 ക്ഷേത്രങ്ങളിൽ നമ്മൾ ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തിയാൽ കൈലാസത്തിൽ പോയി മഹാദേവനെ കാണുന്നതിന് തുല്യമായ ഒരു പുണ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ഭക്തിയോടും കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ പോയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ മോനും മോൻ്റെ വൈഫിൻ്റെ മോളും ഉണ്ടായിരുന്നു.